നമസ്കാരം, വെൽക്കം ടു KPSC 2.0. കഴിഞ്ഞ ദിവസം നടന്ന 10th പ്രിലിംസിൻ്റെ സ്റ്റേജ് 2-ൽ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളും ശരിയായ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ചോദ്യങ്ങൾ പഠിക്കുന്നത് വഴി ഇനി വരുന്ന 1-ാം തീയതി നടക്കുന്ന എക്സാമിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ അത് നമ്മളെ സഹായിക്കും. അതുമാത്രമല്ല, നമ്മുടെ കയ്യിൽ ഇപ്പോൾ 10th പ്രിലിംസിൻ്റെ 2 ചോദ്യപേപ്പറുകളുണ്ട്. ഇതിൽ ആവർത്തിച്ച് വരുന്ന ഭാഗങ്ങൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്കത് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുവാനും ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നുവെന്നും മനസ്സിലാക്കാം. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയിൽ എത്തനോൾ ഉപയോഗിച്ച് ഓടുന്ന കാർ ആദ്യമായി പുറത്തിറക്കിയത് ഏത് കമ്പനിയാണ്? ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നില്ല, ശരിയായ ഉത്തരങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് മാരുതി സുസുക്കിയാണ്. ഇന്ത്യയിൽ എത്തനോൾ ഉപയോഗിച്ച് ഓടുന്ന കാർ ആദ്യമായി പുറത്തിറക്കിയത് മാരുതി സുസുക്കിയാണ്. ചോദ്യം 2: ഫാർസ് ഏത് രാജ്യത്തിൻ്റെ മാധ്യമമാണ്? ഉത്തരം ഇറാൻ. ചോദ്യം 3: കേരളത്തിലെ നിയമവകുപ്പ് മന്ത്രി ആരാണ്? ശരിയായ ഉത്തരം VD സതീശൻ. മുഖ്യമന്ത്രി തന്നെയാണ് കേരളത്തിലെ നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ധനകാര്യ വകുപ്പ്, തുറമുഖം എന്നിവയും കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ VD സതീശനാണ് നമ്മുടെ നിയമവകുപ്പ് മന്ത്രി. ചോദ്യം 4: ഇന്ത്യയിൽ ആദ്യമായി വയോജന വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം? ശരിയായ ഉത്തരം കേരളം. കേരളത്തിലാണ് ആദ്യമായി വയോജന വകുപ്പ് ആരംഭിച്ചത്. ചോദ്യം 5: ചാണക്യ എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയ പ്രധാനമന്ത്രി ആരാണ്? ശരിയായ ഉത്തരം ജവഹർലാൽ നെഹ്റു. ചോദ്യം 6: ഗംഗാ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം നമാമി ഗംഗ. നമാമി ഗംഗയാണ് ഗംഗാ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി. ചോദ്യം 7: അരുൾനൂൽ ആരുടെ കൃതിയാണ്? അരുൾനൂൽ എന്ന് പറയുന്നത് വൈകുണ്ഠസ്വാമികളുടെ പ്രശസ്തമായ ഒരു കൃതിയാണ്. നവോത്ഥാന നായകന്മാരും അവരുടെ കൃതികളും ഈ 2 സ്റ്റേജുകളിലും ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് വേണം നമ്മൾ 1-ാം തീയതിയിലെ എക്സാമിന് പോവാനായിട്ട്. ചോദ്യം 8: വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരാണ്? ശരിയായ ഉത്തരം ഡോക്ടർ ME നായിഡു. ചോദ്യം 9: തീ പോലെയുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് ഏത് കൃതിയെക്കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത്? ശരിയായ ഉത്തരം ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണം. ചോദ്യം 10: കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ശരിയായ ഉത്തരം KP കേശവമേനോൻ. നവോത്ഥാന നായകന്മാരും അവരുടെ അപരനാമങ്ങൾ എന്ന ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഈ അടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോവുക. ഈ ഭാഗത്തുനിന്നും ആവർത്തിച്ച് 2 സ്റ്റേജിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ചോദ്യം 11: മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്ന് സമതലത്തിലേക്ക് വീശുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? ചോദ്യം വളരെ സിമ്പിളാണ്, ഉത്തരം നമുക്കറിയാം. ശരിയായ ഉത്തരം ലൂ ആണ്. ചോദ്യം 12: കേരളത്തിലെ 16-ാം നിയമസഭയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? ശരിയായ ഉത്തരം ശ്രീ രമേശ് ചെന്നിത്തല. മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും മത്സരിച്ച നിയമസഭാ മണ്ഡലങ്ങളും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഉറപ്പായും ഇത് പഠിച്ചിട്ട് വേണം നമ്മൾ 1-ാം തീയതിയിലെ എക്സാമിന് പോവാൻ വേണ്ടി. ചോദ്യം 13: ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണം, സംഭരണം, സംസ്കരണം, വിതരണം എന്നിവയുടെ എല്ലാം പൂർണ്ണ ചുമതലയുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ശരിയായ ഉത്തരം ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം. ചോദ്യം 14: അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഏതാണ്? ശരിയായ ഉത്തരം പടിഞ്ഞാറൻ തീരസമതലം. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലമാണ് കിഴക്കൻ തീരസമതലം. ഈ പടിഞ്ഞാറൻ തീരസമതലത്തെക്കുറിച്ചും കിഴക്കൻ സമതലത്തെക്കുറിച്ചും PSC ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൂടി പഠിച്ചു വെക്കുക. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? ശരിയായ ഉത്തരം ദേശീയ ജലപാത 3.
ഇപ്പോൾ അത് കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ കൂടി കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 3. ചോദ്യം 16. കർണാടകത്തിലെ ആണവോർജ നിലയം ഏതാണ്? ശരിയായ ഉത്തരം കൈഗ. കൈഗ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ്. ചോദ്യം 17. കാശ്മീർ താഴ്വരയിലെ കരേവാസ് അവസാദ നിക്ഷേപങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ്? ശരിയായ ഉത്തരം ഹിമാനികളാണ്. ഈ കരേവാസ് മണ്ണിനമാണ് കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതാണ് ഈ കരേവാസ്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ചോദ്യം 18. 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശരിയായ ഉത്തരം നഞ്ചിയമ്മയാണ്. ചോദ്യം 19. അലുമിനിയത്തിന്റെ അയിരേതാണ്? ശരിയായ ഉത്തരം ബോക്സൈറ്റ് ആണ്. ലോഹങ്ങളും അയിരുകളും PSC ആവർത്തിച്ച് ചോദിക്കുന്ന കെമിസ്ട്രിയിൽ നിന്നുള്ളൊരു ഭാഗമാണ്. പ്രധാനപ്പെട്ട ലോഹങ്ങളും അവയുടെ അയിരുകളും മറക്കാതെ തന്നെ പഠിച്ചിട്ട് പോവുക. ക്രയോലൈറ്റ് എന്ന് പറയുന്നതും അലുമിനിയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അയിരാണ്. സിങ്കിന്റെ അയിരാണ് കലാമിൻ. ചോദ്യം 20. സാധുജന പരിപാലന സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ശരിയായ ഉത്തരം അയ്യങ്കാളി. ചോദ്യം 21. സ്വാതന്ത്ര്യത്തിനു ശേഷം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് ലയിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നേതാക്കൾ ആരെല്ലാമായിരുന്നു? ശരിയായ ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ, BP മേനോൻ, മൗണ്ട് ബാറ്റൻ പ്രഭു. ചോദ്യം 22. ഇന്ത്യയുടെ 1952 ഒന്നാം പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇവിടുത്തെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് 18 വയസ്സ് പൂർത്തിയായ എല്ലാ പൗരന്മാർക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ലഭിച്ചിരുന്നു എന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഇനി ശരിയായ ഉത്തരങ്ങൾ കൂടി പഠിച്ചു വെക്കണം. ഇവിടെ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പിൽ CPI 16 സീറ്റുകൾ കരസ്ഥമാക്കി. ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. ആദ്യം ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായമെന്ന് പറയുന്നത് 21 വയസ്സായിരുന്നു. പിന്നീടാണത് 18 വയസ്സായി മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ നൽകിയിരിക്കുന്ന ഓപ്ഷൻ D ആണ് തെറ്റായ ഉത്തരം. വീണ്ടും അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകൾ എന്നതിൽ നിന്നാണ്. ഈ ചോദ്യപേപ്പറിലെ തന്നെ 3ാമത്തെ ചോദ്യമാണ് മന്ത്രിമാരും വകുപ്പുകളും എന്ന ഭാഗത്ത് നിന്ന്. ചോദ്യം 23. കേരളത്തിലെ ഇപ്പോഴത്തെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും നൽകിയിരിക്കുന്നു. അവയിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദ്യം. ഇവിടുത്തെ തെറ്റായ ജോഡി ഓപ്ഷൻ A ആയിരുന്നു. രമേശ് ചെന്നിത്തല ധനകാര്യം എന്ന് പറയുന്നത് തെറ്റാണ്. രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തരമാണ്. നമുക്ക് ബാക്കി ഓപ്ഷനുകൾ കൂടി പഠിച്ചിട്ട് പോകാം. PC വിഷ്ണുനാഥ് ടൂറിസം, PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, സണ്ണി ജോസഫ് വൈദ്യുതി. അപ്പം മന്ത്രിമാരും അവരുടെ വകുപ്പുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പരീക്ഷയ്ക്ക്. കൃത്യമായി എല്ലാ മന്ത്രിമാരുടെയും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. ചോദ്യം 24. വിനയൻ എഴുതി സംവിധാനം ചെയ്ത 2022 19ാം നൂറ്റാണ്ട് എന്ന സിനിമ ആരുടെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്? ശരിയായ ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ചോദ്യം 25. ദരിദ്രരെ സഹായിക്കാനായി പിടിയഴി എന്ന ജീവകാരുണ്യ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശരിയായ ഉത്തരം കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചോദ്യം 26. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യം തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ഏതാണ്? ശരിയായ ഉത്തരം മണിപ്പൂർ. ചോദ്യം 27. 1953 ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച ഭാഷാ പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഈ ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ C ആയിരുന്നു. അപ്പം നമുക്ക് ശരിയായ പ്രസ്താവനകൾ പഠിച്ചിട്ട് പോകാം. ഇതിന്റെ മറ്റൊരു പേരാണ് ഫസൽ അലി കമ്മീഷൻ. ഭാഷാ പുനഃസംഘടനാ കമ്മീഷന്റെ മറ്റൊരു പേരാണ് ഫസൽ അലി കമ്മീഷൻ. ഡോക്ടർ HN കുൻസു അതിലെ അംഗമായിരുന്നു. 1956 നവംബർ 1-ാം തീയതി കേരള സംസ്ഥാനം ഭാഷയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നത് ഈ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്.
ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളും അല്ലെങ്കിൽ 3 പ്രസ്താവനകളും ശരിയാണ്. ചോദ്യം 28. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന 370-ാം വകുപ്പ് റദ്ദാക്കിയത് എന്നാണ്? ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 2019 ഓഗസ്റ്റ് 5-ന്. 2019 ഓഗസ്റ്റ് 5-നാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന 370-ാം വകുപ്പ് റദ്ദാക്കിയത്. ചോദ്യം 29. ഇന്ത്യയുടെ സുപ്രീം കോടതി സമീപകാല വിധികളിലൂടെ ഭരണഘടനയുടെ 21-ാം വകുപ്പിന്റെ വ്യാപ്തി വളരെയധികം വികസിപ്പിച്ചു. താഴെ പറയുന്നവയിൽ ഇതിൽ പെടാത്തത് ഏതൊക്കെയാണ്? ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ നൽകിയിരിക്കുന്ന 4 പ്രസ്താവനകളും 21-ാം വകുപ്പിന്റെ വ്യാപ്തിയിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ നമുക്കിത് കൃത്യമായി പഠിക്കണം. ട്രോമ കെയറിനുള്ള അവകാശം, ആർത്തവ ആരോഗ്യവും അന്തസ്സും, വേഗത്തിലുള്ള വിചാരണയ്ക്കുള്ള അവകാശം, അഭയത്തിനുള്ള അവകാശം, ഇവയെല്ലാം 21-ാം വകുപ്പിന്റെ വ്യാപ്തിയിൽ ഉൾപ്പെടുന്നവയാണ്. ചോദ്യം 30. തെറ്റായ ജോഡി കണ്ടെത്തുക. ഇവിടെ നൽകിയിരിക്കുന്നത് തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നമുക്ക് അപ്പോൾ ബാക്കി ഓപ്ഷനുകൾ പെട്ടെന്നൊന്ന് നോക്കാം. ആനി ബെസന്റ് ന്യൂ ഇന്ത്യ, ജയപ്രകാശ് നാരായണൻ എന്തുകൊണ്ട് സോഷ്യലിസം, രവീന്ദ്രനാഥ് ടാഗോർ ലെറ്റേഴ്സ് ഫ്രം റഷ്യ, ഇവയൊക്കെ ശരിയായ ജോഡികളാണ്. നമുക്കറിയാം ഗീതാഞ്ജലി എഴുതിയിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ മറ്റ് പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഗോര. ചോദ്യം 31. താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ ജോഡി ഏതാണ്? ഇവിടെ തന്നിരിക്കുന്ന ജോഡികളിൽ ശരിയായത് എന്ന് പറയുന്നത് 2ഉം 4ഉമാണ്. സ്വരൻ സിംഗ് കമ്മിറ്റി മൗലിക കടമകളും മോത്തിലാൽ നെഹ്റു കമ്മിറ്റി മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ളതുമാണ്. ഇത് രണ്ടുമാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായ ഓപ്ഷനുകൾ. അപ്പം നമുക്ക് ബാക്കി തെറ്റായത് ശരിയായിട്ടൊന്ന് പഠിച്ചാലോ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് പഞ്ചായത്ത് രാജ്. സർക്കാരിയ കമ്മീഷനാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. സർക്കാരിയ കമ്മീഷൻ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, ഇങ്ങനെ സർക്കാർ സംസ്ഥാനം, അങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക. ഇത് തമ്മിൽ 1ഉം 3ഉം തമ്മിൽ മാറ്റിയായിരുന്നു കൊടുത്തിരിക്കുന്നത്. അപ്പം ശരിയായി തന്നെ പഠിച്ചു വെക്കുക. ചോദ്യം 32. താഴെ തന്നിട്ടുള്ളവയിൽ ഭരണഘടനയിലെ 19-ാം വകുപ്പിന്റെ പരിധിയിൽ വരുന്ന സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണ്? ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 1ഉം 2ഉം 4ഉമാണ്. അതായത് സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിലോ ബിസിനസ്സോ വ്യാപാരമോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഇവയെല്ലാം ഭരണഘടനയിലെ 19-ാം വകുപ്പിന്റെ പരിധിയിൽ വരുന്ന സ്വാതന്ത്ര്യങ്ങളാണ്. വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21A പറയുന്നത്. ചോദ്യം 33. സർവേ ഭവന്തു സുഖിന ഏതിന്റെ ഔദ്യോഗിക മുദ്രാവാക്യമാണ്? ശരിയായ ഉത്തരം NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ മുദ്രാവാക്യമാണ് സർവേ ഭവന്തു സുഖിന. ചോദ്യം 34. വിവരാവകാശത്തിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി രൂപം കണ്ട ജനകീയ പ്രസ്ഥാനം ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘത്. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് മസ്ദൂർ കിസാൻ ശക്തി സംഘത്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷോർട്ട് ഫോം ആയിട്ട് MKSS എന്നും കാണാം. അപ്പം ഡൗട്ട് അടിക്കേണ്ട, രണ്ടും ഒന്ന് തന്നെയാണ്. അരുണ റോയ് ആയിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ ലീഡർ സ്ഥാനത്തുണ്ടായിരുന്നത്. രാജസ്ഥാനിലാണ് ഈ പ്രസ്ഥാനം രൂപം കൊണ്ടത്, അതും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം 35. മാൻഡമസ് എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ്? ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ഇത് നമ്മളെ റിട്ടുകൾ എന്ന ഭാഗത്ത് നിന്ന് വന്നൊരു ചോദ്യമാണ്. ചോദ്യം 36. താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് 2009 ഒക്ടോബർ 5-നാണ്. ഗംഗ ഡോൾഫിൻ, സുസു, ഹിഗു എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ. ചോദ്യം 37. വന്ദേ മാതരം എന്ന ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? ശരിയായ ഉത്തരം ദേശ്. ദേശ് രാഗത്തിലാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 38. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ശ്രീ ഭരത് ലാൽ. നമ്മൾ ഇതുവരെ ചോദ്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ചെയർമാൻമാർ ആരായിരുന്നു എന്നൊക്കെയാണ്. ഇപ്പോൾ PSC ട്രെൻഡ് മാറ്റി സെക്രട്ടറി ജനറലിനെയൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേണം ഇനി നമ്മൾ പഠിക്കാനായിട്ട്. ചോദ്യം 39. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്?
ഇവിടെ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളിൽ ശരിയായത് രണ്ടാമത്തെ പ്രസ്താവനയാണ് ഇവിടെ ശരിയായി തന്നിരിക്കുന്നത്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ വകുപ്പ് 359 പ്രകാരം രാഷ്ട്രപതിക്ക് വകുപ്പ് 32 താൽക്കാലികമായി നിർത്തിവെക്കാൻ അധികാരമുണ്ട്. ചോദ്യം 40. വിവരാവകാശവുമായി ബന്ധപ്പെട്ട് ആദ്യമായി നിയമം ഉണ്ടാക്കിയ രാജ്യം ഏതാണ്? ശരിയായ ഉത്തരം സ്വീഡൻ. അപ്പോൾ നമ്മൾ ഇനി 40 ചോദ്യം കൊണ്ട് നിർത്തുവാണ്. കാരണം വീഡിയോയുടെ ലെന്ത് കുറച്ച് കൂടി പോകുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ചെറിയൊരു 10-15 മിനിറ്റ് വീഡിയോയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ കൃത്യമായി കാണുക, എല്ലാ ചോദ്യങ്ങളും കൃത്യമായി പഠിക്കുക. ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പഠിക്കുക. കാരണം അടുത്ത എക്സാമിന് ഉറപ്പായിട്ടും ഈ ഭാഗങ്ങൾ തന്നെയായിരിക്കും ആവർത്തിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായിരിക്കും വരുന്നത്. അത് നമ്മളെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ബാക്കി 40 ചോദ്യങ്ങൾ മാത്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ബാക്കി 40 ചോദ്യങ്ങളുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളതിൻ്റെ എത്രയും പെട്ടെന്ന് അതിൻ്റെ വിശദീകരണങ്ങൾ കൂടി ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും 1-ാം തീയതി എക്സാം എഴുതുന്ന എല്ലാവരും കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ സ്ട്രെസ് കൊടുത്ത് തന്നെ പഠിക്കുക. മന്ത്രിമാർ, അവരുടെ വകുപ്പുകൾ, കേരള നവോത്ഥാനം തുടങ്ങിയ ഭാഗത്ത് നിന്ന് നിരവധി ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പം ആ ഭാഗങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകി പഠിക്കുക. എല്ലാ ചോദ്യങ്ങളും എഴുതാൻ പറ്റും എന്ന വിശ്വാസത്തിൽ തന്നെ പഠിക്കുക. നല്ല മാർക്ക് കിട്ടും. പ്രിലിംസ് എല്ലാവരും തന്നെ പാസ്സാകുമെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.